ഖോഫ് ആമസോൺ പ്രൈമിൽ റിലീസായ പുതിയ സീരീസ് ആണിത്. പങ്കജ് കുമാർ, സൂര്യ ബാലകൃഷ്ണൻ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത് മോനിക പൻവാർ, അഭിഷേക് ചൗഹാൻ, രജത് കപൂർ തുടങ്ങിയവർ അഭിനയിച്ച ഈ ഹിന്ദി ഹൊറർ ത്രില്ലർ സീരീസിനെ കുറിച്ചാണ് ഇന്ന്. ഗ്വാളിയാറിൽ നിന്നും ഒരു പുതിയ ലൈഫ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് ഡൽഹിയിലേക്ക് വന്ന മധു ഒരു ഗവൺമെന്റ് ലേഡീസ് ഹോസ്റ്റലിൽ താമസം തുടങ്ങുന്നു. അവൾ താമസിക്കുന്ന മുറിയിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഭീകര സംഭവം നടന്നിരുന്നു. അതെന്താണെന്നും തുടർന്ന് അവളുടെ ലൈഫിലും നടക്കുന്ന സംഭവങ്ങളാണ് ഖോഫ് എന്ന ഈ സീരീസ് പറയുന്നത്. ഒരു കിഡിലൻ ഹൊറർ ത്രില്ലർ സീരീസ് ആണിത്. ഒറ്റ നോട്ടത്തിൽ ഒരു സ്ഥിരം പ്രേതബാധയുള്ള മുറി, അതിലേക്ക് പുതിയൊരു ടെനന്റ് വരുന്നു, അങ്ങനെയൊക്കെ കേട്ടാൽ ക്ലീഷേ ആയിട്ട് തോന്നും. പക്ഷേ ഇത് വളരെ ലേഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ്. ഹൗണ്ടഡ് ആയിട്ടുള്ള റൂം മാത്രമല്ല, സ്ത്രീകൾ ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ ഹൗണ്ട് ചെയ്യപ്പെടുന്ന പല ഭീകരതകളെ കുറിച്ചും സീരീസ് പരോക്ഷമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഒരു സെൻട്രൽ ക്യാരക്ടർ മാത്രമല്ല ഉള്ളത്. ഈ ഹോസ്റ്റലിൽ തന്നെയുള്ള വേറെ കുറച്ച് സ്ത്രീകൾ, അതിന്റെ വാർഡന്, അവരുടെ കൂട്ടുകാരിയായിട്ടുള്ള പോലീസുകാരി, ഒരു ദുർമന്ത്രവാദി, അങ്ങനെ ഈ ഹോസ്റ്റലുമായിട്ട് ബന്ധമുള്ളവരും ഇല്ലാത്തതുമായ കുറെ കഥാപാത്രങ്ങൾ ഇതിലുണ്ട്. ഇവരെല്ലാവരും കൂടി എങ്ങനെ കണക്ട് ആകപ്പെടുന്നു എന്നുള്ളത് സ്ക്രിപ്റ്റിന്റെ മികവ് തന്നെയാണ്. സോ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു ഹൊറർ സ്റ്റോറി, അത് റിയൽ ലൈഫിലെ പ്രശ്നങ്ങളെയും ഹൊറർ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സുമായിട്ട് എങ്ങനെ ഭംഗിയായിട്ട് ബ്ലെൻഡ് ചെയ്തു എന്നതാണ് ഇതിന്റെ വിജയം. എന്നാൽ ചിന്തിച്ചാലേ ഇതൊക്കെ ക്ലിയർ ആവുകയുള്ളൂ. ഒറ്റ നോട്ടത്തിൽ ഒരു ഹൊറർ കഥ, എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി എന്ന് മാത്രമേ ഫീൽ ചെയ്യുകയുള്ളൂ. ഒപ്പം വെൽമെയ്ഡ് ആയിട്ടുള്ള സീരീസ് ആണെന്ന് പറയാം. നല്ല പെർഫോമൻസുകൾ, നല്ല VFX, സൗണ്ട് ഡിസൈൻ, ക്യാമറ ഒക്കെ സീരീസിന്റെ പോസിറ്റീവ് ആണ്. ഇത് ഒരേ സമയം ഒരു ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ത്രില്ലർ എന്നും പറയാം, ഒപ്പം ഹൊററും, അങ്ങനെ പല ജോണറുകളുടെ മിക്സർ ആണെന്ന് പറയാം. ഖോഫ് എന്ന് വെച്ചാൽ തന്നെ ഭയം എന്നാണ് ഹിന്ദിയിൽ അർത്ഥം. പേര് പോലെ തന്നെ നമുക്ക് പല കാര്യങ്ങൾ ഇതിൽ നിന്ന് ചിന്തിച്ചെടുക്കാൻ പറ്റും. ടൈറ്റിൽ നിന്ന് തന്നെ ഒരുപാട് മീനിങ് ഉണ്ട് എന്ന് പറയാം. പേടിയുള്ളവർക്ക് ഒരു പോസിറ്റീവ് ഫീൽ തരുന്ന ഒരു ഡയലോഗ്, ലൈക്ക് ഭയം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കെയർഫുൾ ആയിരിക്കും, നമ്മൾ അലേർട്ട് ആയിരിക്കും എന്ന ഒരു ശക്തമായ ഡയലോഗ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് സീരീസ് തരുന്നുണ്ട്. ഇനി ഇതിന്റെ പെർഫോമൻസിൽ മധു അഥവാ മാധുരി എന്ന സെൻട്രൽ ക്യാരക്ടർ മോനിക പൻവാർ നല്ല കിടിലനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ചില സൂപ്പർ നാച്ചുറൽ പോർഷൻസ് ഒക്കെ, അപ്പോഴുള്ള പുള്ളിക്കാരുടെ ശരീരഭാഷയൊക്കെ അസാധ്യമായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഹക്കീമായിട്ട് വന്ന രജത് കപൂർ, അരുണായിട്ട് വന്ന അഭിഷേക് ചൗഹാൻ, വാർഡൻ ഗ്രേസി ആയിട്ട് വന്ന ശാലിനി വാസ്ത, പിന്നെ സ്വെറ്റ്ലാന ആയിട്ട് വന്ന ചം ഡരങ്, റീമ എന്ന ക്യാരക്ടറായിട്ട് വന്ന പ്രിയങ്ക സേഠിയ, ഇൻസ്പെക്ടർ മിശ്ര ആയിട്ട് വന്ന ഗീതാഞ്ജലി കുൽക്കർണി, അങ്ങനെ പറയാൻ പോവുകയാണെങ്കിൽ എല്ലാ ക്യാരക്ടേഴ്സിന്റെയും പേര് എടുത്ത് തന്നെ പറയണം. എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. ഒപ്പം ഈ കഥ നടക്കുന്ന ഹോസ്റ്റലും ആ ഒരു സിറ്റിയും തന്നെ പ്രത്യേകം ക്യാരക്ടേഴ്സ് ആയിട്ട് സീരീസിൽ നിലകൊള്ളുന്നുമുണ്ട്. സംവിധായകൻ കൂടിയായ പങ്കജ് കുമാർ തന്നെയാണ് ഇതിന്റെ മെയിൻ ക്യാമറാമാൻ. ഒരുപാട് ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പൊട്ടി പെയിന്റ് പഴയതായി പോയ ഹോസ്റ്റൽ മുറി, അതുപോലെ പൊട്ടിപ്പോയിട്ട് പേപ്പർ വെച്ച് ഒട്ടിച്ചേക്കുന്ന കണ്ണാടി, ഒരു വലിയ കറുത്ത പഴയ പെട്ടി, ഇതൊക്കെ കൊണ്ട് തന്നെ ആ ഹോസ്റ്റലിൽ തന്നെ ഒരു ഹൊറർ ഫീൽ തരാൻ, എന്നാൽ സാധാരണക്കാർക്ക് പെട്ടെന്ന് റിലേറ്റബിൾ ആയിരിക്കാൻ ഇതിന്റെ ക്യാമറ വർക്ക് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ എഡിറ്റിംഗ് നൈസ് ആണ്, VFX നല്ല ഡീസന്റ് വർക്കാണ്, കളറിങ്, പ്രൊഡക്ഷൻ ഡിസൈന്, ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൊള്ളാം. സ്മിത സിംഗ് ആണ് സീരീസിന്റെ രചന നിർവഹിച്ചിട്ടുള്ളത്. നെഗറ്റീവ്സ് പറഞ്ഞാൽ സീരീസിന്റെ ലെങ്ത് കുറച്ച് കൂടുതലാണ്. ചില കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ചുരുക്കി വേണമെങ്കിൽ ഒരു 5-6 എപ്പിസോഡിൽ തീർക്കാമായിരുന്നു എന്ന് തോന്നി. അതുപോലെ ഇത് അല്പം സ്ലോ ബേണിംഗ് സ്റ്റൈലിലാണ് ഒരുക്കിയിരിക്കുന്നത്. ആദ്യം കഥയിലേക്ക് ഒന്ന് ഇറങ്ങി വരാനായിട്ട് ഒരല്പം ടൈം എടുക്കുന്നുണ്ട്. അത് ചിലർക്ക് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. പക്ഷെ എനിക്ക് പേഴ്സണലി ഒരു സെക്കൻഡ് പോലും ബോറടിച്ചില്ല. വളരെ എൻഗേജിങ് ആയിരുന്നു എന്നാണ് സത്യം. എങ്ങനെയെങ്കിലും ഇത് കംപ്ലീറ്റ്ലി കണ്ടു തീർക്കണമെന്ന ആകാംക്ഷയിലാണ് ഞാൻ ഈ സീരീസ് കണ്ടു തീർത്തത്. സോ ആകെ മൊത്തം ടോട്ടലിൽ ഒരു മികച്ച ഹൊറർ ത്രില്ലർ സീരീസ് ആണിത്. ആ ഹൊറർ എലമെന്റിനെ സാധാരണ മനുഷ്യരുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പേഴ്സണൽ ട്രോമയുമായിട്ട് മിക്സ് ചെയ്തേക്കുന്നതാണ് ഇതിനെ വേറിട്ട് നിർത്തുന്നത്. സോ ഇതൊരു മസ്റ്റ് വാച്ച് സീരീസ് ആണെന്ന് ഞാൻ പറയും. ആമസോൺ പ്രൈം വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. 42 മുതൽ 50 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 8 എപ്പിസോഡുകളാണ് സീരീസിലുള്ളത്. ഹിന്ദിയാണ് ഇതിന്റെ ഒറിജിനൽ ലാംഗ്വേജ്. മലയാളം, തമിഴ്, തെലുങ്ക് ഉൾപ്പെടെ പല ഭാഷകളുടെയും ഡബ്ബിംഗ് ഉണ്ട്. ഞാൻ മലയാളമാണ് കണ്ടത്. വളരെ നല്ല മലയാളം ഡബ്ബിംഗ് ആയിരുന്നു. അല്ലെങ്കിലും പ്രൈമിലെ ഡബ്ബിംഗ് വർക്കൊക്കെ കിടുവാണ്. പിന്നെ ഇത് സ്ട്രിക്ട്ലി 18+ ആണ്. മലയാളത്തിലാണെങ്കിൽ പോലും നല്ല പുളിച്ച പച്ചത്തെറി ഡയലോഗുകളിൽ വരുന്നുണ്ട്. അതുപോലെ കുറച്ച് വയലൻസ് ഒക്കെ ഉണ്ട്, അത് ഓർക്കുക. അപ്പോൾ നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.